പ്രത്യേക ബജറ്റ് ചർച്ച തുടർന്നു. ശ്രീ EM നജീബ്, ടൂറിസം മേഖല കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായിരുന്നു. പക്ഷേ ഈ നോട്ട് നിരോധനം ഒപ്പം മദ്യനയം എന്നെല്ലാം തന്നെ കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. കേരള ടൂറിസത്തിൻ്റെ പ്രചരണത്തിനായി ഒരു 72 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ട്. ടൂറിസം മേഖല എങ്ങനെയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്? ടൂറിസം മേഖല ഈ ബഡ്ജറ്റ് വളരെ 100% സ്വാഗതം ചെയ്യുകയാണ്. കാര്യം ടൂറിസം മേഖലയ്ക്ക് ഡോക്ടർ തോമസ് ഐസക്ക് ധനമന്ത്രിയായിരുന്നപ്പോഴൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, മന്ത്രിയാണ്. ഇപ്രാവശ്യവും ടൂറിസം മേഖലയുടെ ബഡ്ജറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം കാണുകയും അത് മുഴുവൻ സാങ്ഷൻ ചെയ്യുകയും പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഡെസ്റ്റിനേഷൻ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ അവഗണിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള നല്ലൊരു 400 കോടി രൂപയുടെ ഒരു അലൊക്കേഷൻ കിഫ്ബി വഴി ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഒരു 27, 25, 30% ഇൻക്രീസ് ബഡ്ജറ്റിനകത്ത് വിവിധ പദ്ധതികൾക്കായിട്ട്, ഞാൻ പദ്ധതി ഡീറ്റെയിൽസ് പറയുന്നില്ല, വിവിധ പദ്ധതികൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. 75 crores മാർക്കറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട്. 10% വരുമാനമുള്ള കേരളത്തിലെ മേഖലയാണ് ടൂറിസം മേഖല. ഒരുപാട് അത്രയധികം എംപ്ലോയ്മെൻറ്റ്, ഒരു 2 മില്യൺ എംപ്ലോയ്മെൻ്റ് ഉള്ള മേഖലയാണ്. ഇനി ഒരു 4 ലക്ഷം എംപ്ലോയ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് പദ്ധതിയിട്ടേക്കുന്ന മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ അത് വലിയൊരു തെറ്റായി പോരെ. ആ മേഖലയ്ക്ക് നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങൾ ഈ ബഡ്ജറ്റിനെ പറ്റി ഞങ്ങളൊന്ന് ചർച്ച ചെയ്തു, കേട്ട് TV യിലെല്ലാം വന്നപ്പോൾ എന്തായാലും ആപാലവൃത്തം ജനങ്ങളെയും ആശ്വാസം നൽകുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് കണ്ടത്. കാരണം അംഗൻവാടി തൊട്ട് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വരെയുള്ള പൊതുവിദ്യാലയങ്ങൾ, ആരോഗ്യമേഖല PHC തൊട്ട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലകൾ, അതുപോലെ തന്നെ പരമ്പരാഗത തൊഴിലാളികൾ, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അവർക്ക് പാർപ്പിടങ്ങൾ, വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്ക് വീട്, സ്ഥലമുള്ളവർക്ക് വീട്, പിന്നെ ക്ഷേമ പെൻഷനില്ലാത്ത ആരും തന്നെ ഉണ്ടാകരുത് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ കൃഷിയെ പറ്റിയെല്ലാം നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഗുണകരമാണ്. ഒപ്പം ഞങ്ങൾക്ക് പറയാനുള്ള മറ്റൊന്ന്, ഞങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ മുതുവിള റെസിഡൻസ് അസോസിയേഷൻ ആ പ്രദേശത്തെ ഒരു 5-10 പഞ്ചായത്തുകളിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കാട്ടുപന്നിയുടെ ശല്യമാണ്. ഇപ്പോൾ ഒരു സാധനവും കൃഷി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അതിന് താങ്കളേക്ക് തിരിച്ചു വരാം. ശ്രീ ഫിലിപ്പോസ് തോമസ്, ഏതാണ്ട് 5000-ഓളം തൊഴിലവസരങ്ങൾ പുതിയതായി ആരോഗ്യ മേഖലയെ സൃഷ്ടിക്കാനുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അത് എങ്ങനെയാണ് ഗുണകരമാകുന്നത്? അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ബഡ്ജറ്റിൽ പൊതു ആരോഗ്യ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും കൂടി 8,000 തസ്തികകൾ പ്രഖ്യാപിച്ചു. ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും 5000-ലേറെ തസ്തിക പുതുതായി സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനം സത്യത്തിൽ പൊതു ആരോഗ്യരംഗത്തെ വളരെ കൂടുതൽ പിന്താങ്ങുന്ന ഒന്നാണ്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നെടുമങ്ങാട്ടിൽ നിന്ന് വന്ന സ്നേഹിതൻ പറഞ്ഞതുപോലെ തന്നെ അംഗനവാടി മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഹയർ സെക്കൻഡറി തലത്തിൽ ഏതാണ്ട് 2500 പുതിയ പോസ്റ്റ് വരിക. അപ്പോൾ 2 വർഷമായിക്കോട്ടെ, കഴിഞ്ഞ 5 കൊല്ലമായി പെൻഡിങ് ആയി കിടന്ന ശമ്പളം വാങ്ങാൻ പറ്റാത്ത അധ്യാപകർക്കൊക്കെ അവരുടെ തസ്തികയ്ക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു നടപടിയല്ലേ. ഒരു കൊല്ലം 2500 അധ്യാപകന്മാരുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഫേസ്ഡ് മാനറിലാണേ പോലും അത് നമുക്ക് കൊച്ചായി കണ്ടുകൂടാ. കാരണം ഇത് പൊതുവിദ്യാഭ്യാസം 2017 ബഡ്ജറ്റാണ് ചർച്ചാ വിഷയമായെങ്കിലും ഇതര വിഷയങ്ങളിലേക്കാണ് പലരും കടന്നുപോയത്. നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ച് ആധികാരികമായി പറയാനുള്ള ഒരു ഇതുമല്ല. ഇവരത്തന്നെയാണ് പറഞ്ഞത്. ഈ 2016 നവംബർ മാസം 8 മുതൽ ഇന്ത്യയിലെയും കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ തുടർച്ചയായിരുന്നു കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റും. അതോടനുബന്ധിച്ച് കേരളത്തിലെ ഈ ബഡ്ജറ്റ്, ഈ 2 ബഡ്ജറ്റും തട്ടിച്ച് നോക്കുമ്പോൾ മാനസികമായി സാധാരണ ജനസംഖ്യയുടെ 50% ജനങ്ങൾ വളരെ താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ പുതിയതായി സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുമ്പോൾ പുതിയതായി സംരംഭം തുടങ്ങാനുള്ള തടസ്സങ്ങൾ നീക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതിക്ക് കൂടി ബജറ്റിൽ നിർദ്ദേശമുണ്ട്. പുതിയതായി സംരംഭം തുടങ്ങാനുള്ള സാധ്യതകൾ കേരളത്തിൽ ഇത് എത്രത്തോളം പ്രചോദിപ്പിക്കും? അല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള നടപടി എന്നുള്ള നിലയാണ് ധനമന്ത്രി അത് പറഞ്ഞത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കമ്മിറ്റി ഇപ്പോഴും ഉണ്ട്. ധാരാളം പ്രോജക്ട്സുകൾ അതുവഴി ക്ലിയർ ചെയ്ത് പോകുന്നുമുണ്ട്. പക്ഷേ ഓൺലി തിങ് ഈസ്
ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻ ഒരുപാട് തടസ്സങ്ങൾ നമ്മളിപ്പോൾ പല പ്രാവശ്യമായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് തന്നെയാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിൽ ഉൾപ്പെടെ സമയബന്ധിതമായി അപ്രൂവൽ സിസ്റ്റം കറക്റ്റായി കൊടുത്താൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് വരുള്ളൂ. 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ മാക്സിമം 4 മാസം കൊണ്ടോ അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ, എല്ലാ നിബന്ധനകളും പാലിച്ച് നൽകുന്ന കാര്യങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഡീംഡ് അപ്രൂവൽസ് സംവിധാനം വന്നില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പാഴ്വാക്കായി പോകും. ഗവൺമെൻറ് ഭാഗത്താണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ഭാഗത്ത് ഇപ്പോൾ ഉള്ള സമിതി ഇഫക്റ്റീവ് അല്ല. ഞങ്ങൾ 100ഓളം പ്രോജക്ട്സ്, ഇപ്പോൾ മാഡത്തിനെല്ലാം അറിയാം, 100 കണക്കിന് പ്രോജക്ട്സുകൾ പ്രൈവറ്റ് സെക്ടറിൻ്റെ പെൻഡിങ്ങിലാണ്. കാര്യം തന്നെ 2 വർഷത്തിലേക്ക് മുമ്പായി ഒരു അപ്രൂവൽ ഒരു പ്രോജക്റ്റിന്, ഒരു കൊച്ചു വീടിന് പോലും കിട്ടത്തില്ല. ആ സിറ്റുവേഷൻ 1 കൊല്ലം കൊണ്ട് കിട്ടിയാൽ അയാൾ മഹാഭാഗ്യവാൻ. ആ സിറ്റുവേഷൻ മാറിയാൽ മാത്രമേ ഈ പറയുന്ന ബഡ്ജറ്റ് പ്രപ്പോസലുകൾക്കും ഇൻവെസ്റ്റ്മെന്റ്സിനും പ്രയോജനം ഉണ്ടാവുക എന്നുള്ളതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കുറച്ചുകൂടി ഏകജാലക സംവിധാനം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കാൻ പറ്റുന്ന സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. പക്ഷേ മുമ്പ് ഇവിടെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഈ ചുവപ്പ് നാടയിൽപ്പെട്ട് പല ഫയലുകളും കെട്ടിക്കിടക്കുന്നതുകൊണ്ട് പുതിയ സംരംഭകരായിട്ടുള്ള ആളുകൾ ആദ്യം ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് പണം മുടക്കുന്ന ആളുകൾ പിൻവലിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുക. അതിനാവശ്യമായിട്ടുള്ള മാറ്റം ഇവിടെ ഉണ്ടാവണം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ. താങ്കളൊരു ടീച്ചറാണ്, ഡോക്ടർ തോമസ് ഐസക് ഒരു അധ്യാപകനാണ്. ടീച്ചർ മാർഷിന് എത്ര മാർക്ക് കൊടുക്കും ഈ ബജറ്റ്? ഞാൻ ഡോക്ടർ ഐസക്കിന് ഒരു 8 മാർക്ക് കൊടുക്കും ഈ ബജറ്റിന്. എന്തുകൊണ്ട്? ഒറ്റ ചുരുങ്ങിയ വാക്കിൽ 10-ൽ 8 മാർക്ക്. അതെ, എന്തുകൊണ്ട് ചുരുങ്ങിയ വാക്കിൽ? പക്ഷേ 8 മാർക്ക് കൊടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ പാർപ്പിട മേഖലയ്ക്ക് ഊന്നലുണ്ട്, ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞ് കാർഷിക മേഖലയ്ക്ക് ഊന്നലുണ്ട്. അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ നേരം കിട്ടിയില്ല. അതുപോലെ സാമൂഹ്യക്ഷേമ പെൻഷന്. പക്ഷേ ഞാൻ 1 മാർക്കും കൂടി കൊടുത്തേനെ. അതായത് ജെൻഡർ ബജറ്റിംഗ്, അതായത് ഒരു വനിതാ വകുപ്പ് കൊണ്ടുവരും, അതിലൊരു ശക്തമായ മന്ത്രിയൊക്കെ വരും. താങ്കൾക്ക് തിരിച്ചു വരാം. കിഫ്ബി ആശ്രയിച്ചുള്ള ബജറ്റ് എന്ന നിലയ്ക്ക് പദ്ധതികളുടെ പൂർത്തീകരണവും നടത്തിപ്പുമെല്ലാം കിഫ്ബിയെ ആശ്രയിച്ച് ആണ് മുന്നോട്ടിരിക്കുന്നത്. GST കേരളത്തിന് ഗുണകരമാകുമെന്നും കാലിയ ഖജനാവിലേക്ക് സംഭാവന ചെയ്യുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ ഒന്നും കയ്യിലില്ലെങ്കിലും കിട്ടുമെന്ന് കരുതുന്ന പണത്തെ ആശ്രയിച്ചിരിക്കുന്ന ബജറ്റ് കാലിയായ ഖജനാവിൻ്റെ മുന്നോട്ട് നയിക്കാനുള്ള ധനമന്ത്രിയുടെ തത്രപ്പാടിൻ്റെ കൂടി ഉദാഹരണമാണ്. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.